Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കാം, ചാർട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്യാം. അതുപോലെ നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റി ഇന്ന് ഒരു 19 പോയിൻറ്റിൻ്റെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു ലോവർ ക്ലോസിംഗ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വലിയൊരു ഫോളൊന്നും വന്നിട്ടില്ല. നമുക്ക് US മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദിവസം ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ നിരയിലാണെന്ന് ഓപ്പൺ ചെയ്ത്, പക്ഷേ ക്ലോസ് ചെയ്ത് ഏകദേശം നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് നമുക്കിന്ന് തന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഓൾ ടൈം ഹൈ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെ ഇപ്പോൾ ചെറിയൊരു കൺസോൾട്ടേഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നിഫ്റ്റി. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു റാലി തന്നെ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഇന്നൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് തന്നത്. നമ്മൾ പറഞ്ഞ ആ സപ്പോർട്ട് റേഞ്ചിൽ നിന്നിട്ട് പതുക്കെ സ്മോൾ ക്യാപ്പ് കയറി വരുന്നുണ്ട്. ഇവിടുന്ന് നന്നായിട്ട് കയറി വരികയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. നമ്മൾ പറഞ്ഞ പോലെ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 18,550 റേഞ്ച് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് സ്മോൾ ക്യാപ്പിൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ കുറച്ച് നാൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാനായിരിക്കും സാധ്യത. അതല്ല ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ചിലപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് എന്തായാലും പോവില്ല, ചെറിയൊരു പുൾ ബാക്ക് ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ഈ റേഞ്ചിലോട്ട് വന്ന് വീണ്ടും താഴത്തോട്ട് വന്ന് വീണ്ടും മേലോട്ട് പോയി അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മോൾ ക്യാപ്പിൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റും കിട്ടുന്നതാണ്. പൊതുവെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും സ്മോൾ ക്യാപ്പ് വീക്ക് തന്നെയാണ്. നമുക്ക് വലിയൊരു ചാർട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് വലിയൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഇതൊന്നും കാണുന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഈ സപ്പോർട്ടിൽ നിന്ന് കയറി വരികയാണെങ്കിൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ 2 സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ 2 സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞത് ഐറിസ് ക്ലോത്തിങ്ങും അതുപോലെ MWL എന്ന് പറഞ്ഞ 2 സ്റ്റോക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു വീക്ക് മാർക്കറ്റിലും ഈ 2 സ്റ്റോക്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് 37 ആയിരുന്നു, സ്റ്റോക്കിൽ നിന്ന് ഒരു 38.76 വരെ സ്റ്റോക്കിൽ നിന്ന് മൂവ് ചെയ്തു. നമ്മൾ ഏകദേശം പറഞ്ഞ റേഞ്ചിൽ നിന്നിട്ട് ഒരു 4-5% റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 4% മൂവോളം നമുക്ക് പറഞ്ഞ റേഞ്ചിൽ നിന്ന് മേലോട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ നമ്മൾ കറക്റ്റായിട്ട് എൻട്രി കിട്ടിയ ആളുകൾക്ക് അന്ന് തന്നെ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. കാരണം ഒരു ദിവസം തന്നെ 4% റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ റിട്ടേൺ ആണ്. അങ്ങനെ അതല്ല, ചില സമയങ്ങളിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തു വീണ്ടും ചിലപ്പോൾ ഒരു പുൾ ബാക്ക് തരും, ചിലപ്പോൾ താഴത്തോട്ട് വന്നിട്ട് പിന്നെ ആയിരിക്കും മേലോട്ട് പോവുക. ചിലപ്പോൾ അതൊരു ക്ഷമ ഉണ്ടാവില്ല ആളുകൾക്ക്. അപ്പോൾ അന്ന് തന്നെ എക്സിറ്റ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല, കാരണം മാർക്കറ്റ് അത്ര സ്ട്രെങ്ത് കാണിക്കുന്നില്ല സ്മോൾ ക്യാപ്പ് ഒന്നും. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നതുകൊണ്ടും വലിയ പ്രശ്നമില്ല. അതുപോലെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കാണ് MWL എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്ക് ഇന്ന് തരക്കേടില്ലാത്ത രീതിയിലൊരു മൂവ്മെൻറ്റ് തന്നു. ഒരു 3% നമ്മൾ പറഞ്ഞ റേഞ്ച് 270 ആണ്. 270 നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഇതൊരു 5% മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇതും നമുക്ക് അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യാം. എൻട്രി എടുത്ത് അന്ന് തന്നെ എക്സിറ്റ് ഉണ്ടെന്ന് യാതൊരു കുഴപ്പമില്ല. ഒരു 3-4% ഒക്കെ ഒരു ദിവസം കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ നല്ല റിട്ടേൺ ആണ്. ഓക്കെ, അപ്പോൾ നാളേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് നോക്കാം. നാളേക്ക് നോക്കാൻ പറ്റിയ സ്റ്റോക്ക് ഇൻഫോബീൻ ടെക്നോളജി ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് എന്തൊരു 9% മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നമുക്ക് ഇതിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്ലി ചാർട്ട് എടുക്കാം. വീക്കിൽ എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട്, അതുപോലെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടാണ്. അതുപോലെ നമുക്ക് ഈ റേഞ്ച് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് റിമൂവ് ചെയ്യാണ്. കണ്ടോ, ഈ റേഞ്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ചിലപ്പോൾ 1-2 ദിവസം ചിലപ്പോൾ സ്റ്റോക്ക് പതുക്കെ ഒരു കൺസോൾട്ടേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ 9% ഒക്കെ കുറച്ച് ദിവസമായിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് തന്നതല്ലേ, ഒരു 9% മൂവ് ആയതുകൊണ്ട് ചിലപ്പോൾ പതുക്കെ ഒരു റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നല്ല എൻട്രി ആയിരിക്കും. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ടാർഗറ്റായിട്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ റീടെസ്റ്റ് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസ്ക് റിവാർഡിൽ ഒരു 818 ഒക്കെ ടാർഗറ്റ് വയ്ക്കാം. അതല്ല ഇവിടുന്ന് തന്നെ മേലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സ്റ്റോക്ക് ചെറിയൊരു പുൾ ബാക്ക് തരും. ഒന്നില്ലെങ്കിലും ഇപ്പോൾ നാളെ ഇവിടുന്ന് നല്ലൊരു ഹൈ ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രി ഇല്ല. അതല്ല പതുക്കെ ചിലപ്പോൾ ഹൈ ഓപ്പണിംഗ് ആയിരിക്കും, പക്ഷേ അതിന് ശേഷം പതുക്കെ താഴത്തോട്ട് വന്നിട്ട് ചിലപ്പോൾ 1-2 ദിവസം ഈ റേഞ്ചിലോട്ട് വന്ന് 1-2 ദിവസം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് പിന്നെ മേലോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല എൻട്രി നല്ല റിസ്ക് റിവാർഡിൽ കിട്ടും.
അതല്ല ചിലപ്പോൾ നാളെ ഓപ്പൺ ആവുന്നത് തന്നെ ഈ ഒരു ക്യാൻഡിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ നമുക്ക് റിസ്ക് റിവാർഡ് നോക്കി കഴിഞ്ഞാൽ 780 ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് 818. അപ്പോൾ നമുക്ക് അത്ര വലിയ ടാർഗറ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് വെയിറ്റ് ചെയ്യുക. മിക്കവാറും ഈ സ്റ്റോക്ക് ചെറിയൊരു പുൾ ബാക്ക് ഉണ്ട്. ഈ സ്റ്റോക്കുകളൊക്കെ മൂവ് ചെയ്യുക, അങ്ങനെ ചെറിയൊരു പുൾ ബാക്ക് എന്നിട്ടാണ് മേലോട്ട് പോവുക. അപ്പോൾ നമുക്ക് ആ പുൾ ബാക്കിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അതെല്ലാം നാളെ ഓപ്പൺ ആയത് തന്നെ ഇതേ റേഞ്ചിലാണ്. പിന്നെ അതിന് ശേഷം പതുക്കൊന്ന് താഴത്തോട്ട് ചെറിയൊരു ക്യാൻഡിൽ, ഒരു 1 hour ക്യാൻഡിലൊക്കെ താഴത്തോട്ട് വന്നിട്ട് പിന്നെ വീണ്ടും ഒരു 1 hour ക്യാൻഡിൽ ഒരു ബുള്ളിഷ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. നമ്മൾ ഈ എൻട്രി എന്ന് പറയുന്നത് ഒരു പേപ്പർ ട്രേഡ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നമ്മൾ ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അത് നിങ്ങൾ എപ്പോഴും ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതുപോലെ നമ്മൾ വീണ്ടും പറയുകയാണ്, കാരണം എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമാണ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ, അധികം സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അതൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ലൈവ് മാർക്കറ്റിൽ വരുന്ന അതുപോലുള്ള ചാർട്ടുകളൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്, അത് പബ്ലിക് ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ ടൈമിനനുസരിച്ചിട്ട് ഞാൻ റീപ്ലൈ തരും. പബ്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒരുപാട് സ്റ്റോക്കുകളുടെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ പറയുന്ന സ്റ്റോക്കുകളുടെ ഡൗട്ടുകളാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്